വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്ന 3 വീടുകളിലൊന്നായ പ്രതി അഫാന്റെ വസതിയിൽ നിന്നും ടിൻറ്റുദാസ് വീണ്ടും ചേരുകയാണ്. ടിൻറ്റു, നമുക്കറിയാം ഇത്രയും നേരം പോലീസിന്റെ പ്രതികരണങ്ങളാകട്ടെ, അവിടെയുള്ള പരിസര വാസികളുടെ പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു പ്രൊഫഷണൽ കില്ലറെ പോലെയായിരുന്നു അഫാൻ പെരുമാറിയിരുന്നതെന്ന് തന്നെയാണ്. മുൻപ് ഇത്തരം സമാനമായ സംഭവങ്ങളിലൊന്നും പ്രതിയാകാത്ത അഫാൻ എന്തുകൊണ്ടാണ് ഒറ്റ അടിയിൽ തന്നെ മരണം സ്ഥിരീകരിക്കുക എന്ന് പറയുമ്പോൾ വളരെ നാൾ മുൻപ് തന്നെ ഇത് ഗൂഢാലോചനയുടെ ഭാഗമാകാം, അഫാൻ ഒറ്റയ്ക്കാണോ ഈ കൃത്യം നടത്തിയത്, പിന്നിൽ ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്നില്ലേ? കാരണം ഒറ്റ അടിക്ക് തന്നെ ഒരു മരണം സ്ഥിരീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അദ്ദേഹം സംബന്ധിച്ചിടത്തോളം കുറേ നാളുകൾ ഇതിനു വേണ്ടി എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ ഒരു കൊലപാതകം എങ്ങനെ നടത്തണം എന്ന കൃത്യമായ ധാരണയോടുകൂടിയാണ് ഈ 5 കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട്, നേരത്തെ പദ്ധതി ഇട്ടുകൊണ്ട് ഇത്തരത്തിൽ കുടുംബക്കാരെ മൊത്തം ഒഴിവാക്കണമോ എന്ന് ആലോചിച്ചുകൊണ്ട് എടുത്ത തീരുമാനമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇയാൾ അല്ലെങ്കിൽ അത്തരത്തിൽ അഫാൻ വിചാരിച്ച കാര്യം നടത്തുന്നൊരു വാശിക്കാരനായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. കാരണം നേരത്തെ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചായിരുന്നു. ആദ്യം ഒരു കുറച്ച് 5 വർഷം മുമ്പ് അഫാൻ മൊബൈൽ ഫോൺ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ മൊബൈൽ ഫോൺ വാങ്ങി കൊടുക്കാത്തതിന് അഫാൻ എലിവിഷം കഴിച്ചു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അപ്പോൾ അത്തരത്തിൽ അഫാന്റെ വാശി നേടിയെടുക്കാൻ വേണ്ടി അഫാൻ എന്തും ചെയ്യുന്നൊരു കൂട്ടത്തിലാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അഫാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് അഫാൻ ഈ പറയുന്ന പോലെ ഉമ്മയോടും ഉപ്പയോടും വല്യപ്പോഴും ഒക്കെ ചോദിച്ചിരുന്നോ, അവരോടൊക്കെ സംസാരിച്ചിരുന്നു. അവർ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വേണ്ടി പരിഹാരം കണ്ടെത്താനായിട്ട് പണമോ സ്വർണമോ ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഉമ്മയോട് സംസാരിക്കുന്ന സമയത്ത് ഉമ്മയോട് സ്വർണം ആവശ്യപ്പെട്ടു. ഉമ്മ സ്വർണം കൊടുത്തില്ല. അപ്പോൾ ഉമ്മേനെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷമാണ് ഈ സ്വർണവുമായിട്ട് അഫാൻ പോകുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം ഈ സ്വർണം വിറ്റിട്ടാണ് ചുറ്റികൾ വാങ്ങുന്നത്. ചുറ്റിക വാങ്ങിയ ശേഷമാണ് ഉമ്മുമ്മയായിട്ടുള്ള സൽമാ ബീവിയുടെ വീട്ടിൽ പോവുകയും അവിടെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തുകയും 2 ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മുമ്മയോട് ഈ സൽമാ ബീവിയോട് ഈ മാല, കഴുത്തിൽ കിടക്കുന്ന മാല ആവശ്യപ്പെട്ട സമയത്ത് ഉമ്മുമ്മ അത് കൊടുത്തില്ല. അത് ഈ സൽമാ ബീവി മറ്റൊരു മകളെ ഏൽപ്പിച്ചിരുന്നു. പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഇത്തരത്തിൽ ആഭരണങ്ങൾ ഈ മകളുടെ കയ്യിലുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആഭരണം മകളുടെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത് സൽമാ ബീവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മകൻ ലത്തീഫാണ്. ലത്തീഫിന് ഈ മാല കൊടുത്തിരിക്കുമെന്ന് കരുതി ലത്തീഫിൻ്റെ വീട്ടിലേക്ക് പോവുകയും ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തി എന്നാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ച വിവരം. പിന്നീട് അവിടെ വെച്ച് ഫർസാനയെ വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു. ഫർസാന വീട്ടിലെത്തിയതിനു ശേഷം ഫർസാനയെ കൊലപ്പെടുത്തുന്നു. ഈ പോലീസ് വരുന്ന സമയത്ത് നാട്ടുകാരൊക്കെ പറയുന്നത് 2 പേരെ ഇവിടെ, അതായത് ചെറിയ കുട്ടിയും മരിച്ച ഉമ്മയും മാത്രം, അല്ലെങ്കിൽ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ഉമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് ആദ്യം ഈ നാട്ടുകാർ പറയുന്നത്. പക്ഷേ പോലീസ്, കാരണം നേരത്തെ അഫാൻ പോലീസ് സ്റ്റേഷനിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ട്. കാരണം 3 പേരെ കൊലപ്പെടുത്തി, പെരുമലയിലെ വീട്ടിൽ 3 പേരെയാണ് കൊലപ്പെടുത്തിയതെന്ന് നേരത്തെ മൊഴി കൊടുത്തിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വീടിന് മുകളിൽ കയറി പരിശോധിക്കുന്നത്. അപ്പോഴാണ് അഫാനെയും മരിച്ചതായിട്ട് കാണുന്നത്. ആ സമയത്താണ് ഈ നാട്ടുകാർ തന്നെ ഇത്തരത്തിലൊരു പെൺകുട്ടി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിയായിട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെൺകുട്ടിയായിട്ട് ഇയാൾ പ്രണയത്തിലാണ്, ആ പെൺകുട്ടിയോട് വിളിച്ച് വരുത്തി എന്നുള്ള കാര്യമൊക്കെ നാട്ടുകാർ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ സൽമാ ബീവിയുടെ വീട്ടിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ഇവിടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ സൽമാ ബീവി ആദ്യം ബാത്റൂമിൽ തലയിടിച്ച് വീണ് മരിച്ചു എന്നാണ് പോലീസിന് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ പിന്നീട് ഇവിടെ കൊടുത്ത മൊഴിയിൽ, അതായത് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴിയിൽ ഇത്തരത്തിൽ പാങ്ങോട് ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്നൊരു മൊഴി കൊടുക്കുന്നു. ആ മൊഴി പരിശോധിക്കുന്ന സമയത്താണ് അഫാൻ പറഞ്ഞത് സത്യമാണ് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അഫാൻ എല്ലാം വളരെ വ്യക്തതയോടുകൂടി സമ്മതിച്ചിട്ടുണ്ട്. പോലീസ് അഫാൻ പറയുമ്പോഴാണ് പോലീസ് തന്നെ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നത്. ഞാൻ നിൽക്കുന്നതിൻ്റെ വലതുഭാഗത്തൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീടാണ്. അതായത് ഈ കൊലപാതകം നടക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനും അതിൻ്റെ തൊട്ടടുത്തൊരു വിജിലൻസ് ഉദ്യോഗസ്ഥനും താമസിക്കുന്ന വീടാണ്. അപ്പോൾ അത്തരത്തിൽ വളരെ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യത്തിൽ കൂടി ഇനി വ്യക്തത വരേണ്ടതുണ്ടല്ലോ. കാരണം ഇത് അറിയാവുന്നത് അഫാന്റെ വീട്ടുകാർക്ക് മാത്രമാണ്. പക്ഷെ അഫാന്റെ അമ്മ ഇപ്പോൾ ഗുരുതര നിലയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയിൽ നിന്നും കൂടുതൽ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാൻ സാധിക്കില്ല. ഇനി വിദേശത്തുള്ള അഫാന്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ മൊഴി വളരെ
കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് മാത്രമായിരിക്കാം ഇനി ഒരു പക്ഷേ ഈ കേസിൽ കൂടുതൽ വിവരങ്ങൾ നൽകാനാവുക. കാരണം മുൻപ് മകൻ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ സമാനമായി അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അച്ഛനിൽ നിന്നും അല്ലെങ്കിൽ പിതാവിൽ നിന്നുമായിരിക്കുമല്ലോ ഇനി കൂടുതൽ പോലീസ് വിവരങ്ങൾ തേടാൻ സാധ്യത. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് പിതാവ് അല്ലെങ്കിൽ ഈ അഫാന്റെ വാപ്പ നാട്ടിലെത്തിയതിനു ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഇനി കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുള്ളൂ. നാട്ടിലുള്ളതിൽ പ്രധാനമായിട്ടും അഫാനെയും അതോടൊപ്പം തന്നെ അഫാന്റെ ഗുരുതരമായി കിടക്കുന്ന ഉമ്മയുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസ് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അഫാന്റെ ഉപ്പ വന്നതിന് ശേഷം നേരത്തെ ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിച്ചിട്ടുണ്ടോ, അക്രമ സ്വഭാവം കാണിച്ചിട്ടുണ്ടോ, അക്രമകാരിയായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാരണം അഫാനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗമ്യ പ്രകൃതക്കാരനായിരുന്നു. ആരടുത്തും മോശമായിട്ട് സംസാരിച്ചില്ല, എല്ലാവരോടും സ്നേഹത്തോട് സംസാരിച്ചു. ആ സമീപത്തുള്ള കടയിൽ അവരൊക്കെ പറയുന്ന വളരെ സ്നേഹത്തോടെ അമ്മ കൊടുക്കുന്ന അമ്മയ്ക്ക് ഇവിടെ മുട്ട വ്യാപാരമൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഈ കാർഷിക കൃഷി സാധനങ്ങൾ മുട്ടയൊക്കെ കടയിൽ കൊണ്ടു കൊടുത്ത് അത് പണമാക്കി തിരിച്ചു കൊണ്ടു കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവരിലെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. ഇവരെ കാര്യങ്ങൾ പ്രധാനമായിട്ട് ഈ മരിച്ച അഫാന്റെ മരിച്ച ഉമ്മയ്ക്ക് ഇത്തരത്തിലൊരു അസുഖം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യാൻസർ ആയിരുന്നത് പോലും മാധ്യമങ്ങളിലൂടെയാണ് നാട്ടിലുള്ളവരൊക്കെ അറിയുന്നത്. അപ്പോൾ അത്രയും രഹസ്യ സ്വഭാവം സൂക്ഷിച്ചിരുന്ന കുടുംബവും കൂടിയാണ്. അപ്പോൾ ദേവി സൂചിപ്പിച്ചതുപോലെ ഉപ്പയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ അഫാന്റെ ഉമ്മയ്ക്ക് ആ ഒരു അപകട നില തരണം ചെയ്താൽ മാത്രമേ ഇതിൽ കൂടുതൽ വ്യക്തതകൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വലിയ രീതിയിൽ, അതായത് സംസ്ഥാനത്തെ നടുക്കിയ ഒരു കൊലപാതകത്തിന്റെ ഇന്റൻഷൻ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ക്രൂര കൊലപാതകം ചെയ്തത്, 13 വയസ്സുകാരനെ അതിക്രൂരമായിട്ട് എന്തിനാണ് കൊലപ്പെടുത്തിയത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടതായിട്ടുള്ളത്. പക്ഷേ അത് അഫാനെ സംബന്ധിച്ചിടത്തോളം അഫാൻ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ലെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കൊല ചെയ്തതിന് ശേഷം ബാത്റൂമിൽ കയറി കുളിച്ച് വൃത്തിയായി ഓട്ടോ പിടിച്ച് ബൈക്ക് ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം ഓട്ടോ പിടിച്ചാണ് അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ആദ്യം പറയുന്ന കാര്യം, ഞാൻ 6 പേരെ കൊന്നിട്ടുണ്ട്, 3 പേര് ഇപ്പോൾ മരിച്ചു കാണും, 3 പേര് നിങ്ങൾ പോകുമ്പോഴത്തേക്കും അവിടെ മരിച്ചിട്ടുണ്ടാകും. അത്രയ്ക്ക് ലാഘവത്തോടു കൂടിയാണ് ഈ കൊലപാതകം ചെയ്തു എന്ന് കുറ്റസമ്മതം നടത്തുന്നത്. മൊഴികളിൽ ഉള്ള ഒരു വൈരുദ്ധ്യവും കൂടി പോലീസ് ഈ ഒരു ഘട്ടത്തിൽ സംശയപരമായി തന്നെ കാണുന്നുണ്ട്. മാനസിക അസ്വാസ്ഥ്യം ഇയാൾക്ക് ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ഈ രക്തസാമ്പിൾ പരിശോധന റിപ്പോർട്ട് പുറത്തേക്ക് വരേണ്ടതുണ്ട്.